अब की बार ट्रंप सरकार H1B1 വിസയുടെ വാർഷിക ഫീസ് $1,00,000. ഏകദേശം 88,9,180 രൂപ ഈടാക്കാനുള്ള പുതിയ വിവാദ തീരുമാനത്തിൽ കൂടുതൽ പ്രതികരണങ്ങളുമായി വൈറ്റ് ഹൗസ് രംഗത്തെത്തി. വിസ നിരക്ക് പുതിയ അപേക്ഷകർക്ക് മാത്രമാകും ബാധിക്കുകയെന്നും സെപ്റ്റംബർ 21 മുൻപ് സമർപ്പിച്ച അപേക്ഷകൾ ഒഴികെയുള്ള പുതിയ നിരക്ക് ബാധകമാകില്ല എന്നും വൈറ്റ് ഹൗസ് വാദിക്കുന്നു. H1B വിസ കൈവശം വെച്ചിരിക്കുന്നവർക്കും നിലവിൽ US പുറത്തുള്ളവർക്കുമായവർക്കും വീണ്ടും പ്രവേശിക്കുന്നതിന് $1,00,000 ഈടാക്കില്ല എന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് ട്വീറ്റിൽ പറയുന്നു. ഇത് പുതിയ വിസകൾക്ക് മാത്രമേ ബാധകമാകൂ, പുതുക്കലുകൾക്കും നിലവിലുള്ള വിസ ഉടമകൾക്കും ബാധകമാകില്ല എന്നും ട്വീറ്റിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് വിസ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച വിജ്ഞാപനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചത്. ഉന്നത വിദ്യാഭ്യാസവും പരിശീലനവും വൈദഗ്ധ്യവും ആവശ്യമുള്ള മേഖലയിൽ വിദേശത്തു നിന്നുള്ള പ്രൊഫഷണലുകളെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്നതാണ് H1B വിസ. ടെക് മേഖലയിൽ ജോലി നോക്കുന്നവരെയാണ് പ്രധാനമായും പുതിയ പരിഷ്കാരം ബാധിക്കുക, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ. H1B വിസ അപേക്ഷകരുടെ കണക്കിൽ ഇന്ത്യ മുന്നിലാണ്. ചൈനയും കാനഡയുമാണ് തൊട്ടു പിന്നിൽ. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകൾ നികത്താൻ പ്രയാസമുള്ള ജോലികളിൽ ബിരുദമോ അതിൽ കൂടുതലോ യോഗ്യതയുള്ള ആളുകൾക്കായി 1990-ലാണ് H1B വിസ പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിൽ നിന്ന് ജോലി തേടി US പോകുന്ന IT ജീവനക്കാരെയാണ് പ്രഖ്യാപനം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക. അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും US ട്രഷറിയുടെ വരുമാനം ഉയർത്തുന്നതിനുമാണ് H1B വിസ ഫീസ് ഉയർത്തിയതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യക്കെതിരെ നിരന്തരം തീരുവ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ട്രംപിന്റെ നടപടി അമേരിക്ക സ്വപ്നം കാണുന്ന ഇന്ത്യൻ അഭ്യസ്ത വിദ്യർക്ക് തിരിച്ചടിയാകും.